السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ, നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വൈജ്ഞാനികമായ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. പുതുതലമുറ ലക്ഷ്യമറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അബദ്ധ സഞ്ചാരത്തിലാണ് എന്ന് നമുക്കറിയാം. പലർക്കും എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല. ഒരു 10ാം ക്ലാസ് പഠിക്കണ മോനോട് എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ പറയും നല്ല മാർക്കോടുകൂടെ പാസ്സാവാനാണ്. എന്തിനാണ് നല്ല മാർക്ക് എന്ന് ചോദിച്ചാൽ അവൻ പറയും നല്ലൊരു കോഴ്സിനാണ്, നല്ല കോഴ്സ് നന്നായി ജീവിക്കാനാണ്. എന്തിനാണ് നന്നായി ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഉത്തരമില്ല. ഈ ജീവിതത്തിനപ്പുറമുള്ള യഥാർത്ഥമായൊരു ജീവിതത്തിൻ്റെ പൂരിപ്പിക്കലാണ് ഇഹലോക ജീവിതമെന്ന തിരിച്ചറിവ് നമ്മളിലൂടെ കടന്നു വരേണ്ടതുണ്ട്. നമ്മളുടെയൊക്കെ മക്കളുടെ ഹാഷ്ടാഗുകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് യോളോ എന്നാണ്. യോളോ എന്ന വാക്കിൻ്റെ അർത്ഥം യു ഓൺലി ലിവ് വൺസ്, ജീവിതം ഒന്നേയുള്ളൂ. അത് മാക്സിമം അടിച്ചു പൊളിക്കാനുള്ളതാണ്. ആരോടും ഒരു അനുകമ്പയോ ഒരു ഉത്തരവാദിത്വങ്ങളോ ഒരു റെസ്പോൺസോ ഇല്ലാത്ത ഒരു തലമുറയായി പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ ജീവിതത്തിനപ്പുറമുള്ള യഥാർത്ഥമായൊരു ജീവിതമുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കേണ്ട ഒരു ഇടമുണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തലുകൾ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരുപാട് ലഹരി എന്നുള്ളത് വല്ലാതെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. ഞാൻ ഈ സംസാരിക്കുന്ന കരിയന്നൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പോലും തിരുവനന്തപുരത്ത് നിന്ന് MDMA-യുമായി ഒരു ടീം കടന്നു വന്ന് അതിൻ്റെ വിതരണത്തിൻ്റെ ഏജൻസികളായി മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അറിയാതെ മക്കൾ അതിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മുഴുവനും ദിശാബോധം നൽകുക എന്നുള്ളത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവ സംഘടനയെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥി തലമുറയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുക്കാനുള്ളൊരു വിഷയം. അവിടെ പുതുതലമുറയോട് മക്കളോട് നമുക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യപിക്കുന്നത് എന്ന് മാത്രമല്ല, മദ്യം ഉപയോഗിക്കുന്നവരുടെ കൂടെ ഇരിക്കരുത്, അവർക്ക് നിങ്ങൾ മദ്യം ഒഴിച്ചു കൊടുക്കരുത്. അത് വാറ്റുന്നവനെ, അത് വിൽക്കുന്നവനെ, അതിന് ഇടനിലക്കാരായി നിൽക്കുന്നവരെ മുഴുവനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി വിരോധിച്ചിട്ടുള്ള വിഷയമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശാപം വരെ ലഭിക്കുന്ന മേഖലകളിലൂടെ എണ്ണിയിട്ടുള്ളതാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ കാണാൻ സാധിക്കുന്ന, പ്രമാണങ്ങളിലൂടെ കാണാൻ സാധിക്കുന്ന കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം. ഖംറി എന്ന് പറയുന്ന വാക്കിന് കാലാന്തരങ്ങളിലൂടെ കേട്ടുപരിചയമുള്ള ഒരു അർത്ഥമുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ പറയുക കള്ളി എന്നാണ്. ഖംറി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മാ ഖാമറൽ അഖൽ, നിങ്ങളുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്നത് എന്തുണ്ടോ അതിനാണ് ഖംറി എന്ന് പറയാം. അത് സിന്തറ്റിക് ലഹരികളാണെങ്കിലും രാസലഹരികളാണെങ്കിലും മനുഷ്യ മനസ്സിനെ മൃഗീയമാക്കി മാറ്റുന്നതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ അധ്യാപനങ്ങളിലൂടെ കടന്നു വരാൻ പ്രിയമുള്ളവരെ, മാതാവിനെ അറിയാത്ത, പിതാവിനെ തിരിച്ചറിയപ്പെടാത്ത, ഒരുപക്ഷെ 2025 ജനുവരിയുടെ തുടക്കം മലയാളക്കര കേട്ടുപോയ അത്ഭുതമുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അങ്ങ് വയനാടിൻ്റെ ചുരത്തിൻ്റെ താഴെ സ്വന്തം ജന്മം നൽകിയ മാതാവിൻ്റെ കഴുത്തിന് ക്യാൻസർ പേഷ്യൻ്റായ മാതാവിനെ ഒരു മകൻ നിഷ്ഠൂരമായി കൊല ചെയ്തപ്പോൾ 2025 മാർച്ച് മാസം എത്തുമ്പോഴേക്കും നമുക്കതൊരു പ്രശ്നമില്ലാത്ത രീതികളിലൂടെ 4 ആളെ ഒരുത്തൻ കൊല്ലുന്നു, 5 ആളെ ഒരാൾ കൊല്ലുന്നു, പിതാവിനെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്നു. എന്തിനേറെ നമ്മൾ നിലകൊള്ളുന്ന കുന്നംകുളത്തിന്റെ പരിസരങ്ങളിൽ പോലും മാതാപിതാക്കളില്ലാതെ വളർത്തിയ ഗ്രാൻഡ് പേരൻസിനെ അവരുടെ 2 പേരുടെയും തലയറുത്ത് പാട്ടും പാടി കൈകളിലൂടെ പിടിച്ച് ചുമരിൽ കോണികളിലൂടെ കൊണ്ടുപോയി വെച്ചതും നമ്മൾ ഇന്ന് കണ്ടുവരാൻ. പ്രിയമുള്ളവരെ, അതിൻ്റെ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഇസ്ലാം പറയുന്ന പ്രതിധ്വനികൾ അതിൻ്റെ പ്രമാണങ്ങളാണ്.
ഒരു അനുഭവം നിങ്ങളോട് പറയാനുള്ളത്, ബഹ്റൈനിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രയിൽ ഫ്ലൈറ്റ് ഒന്ന് സ്റ്റഡിയായ സന്ദർഭങ്ങളിൽ മലയാളികൾ മദ്യം ആവശ്യപ്പെട്ടപ്പോ എയറോസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് സൗദി സ്കൈയാണ്, ഇവിടെ മദ്യം കിട്ടില്ല, സൗദി സ്കൈ കഴിയണമെന്നുള്ളതാണ്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മദ്യത്തിന്റെ പോയി അടിമപ്പെട്ടു പോയി ഒരു ജനതയോട് മദ്യത്തിന്റെ ചഷകത്തിൽ മുങ്ങിച്ചത്ത പോയ ഈച്ചയെ നോക്കിയിട്ട് നീ എത്ര ഭാഗ്യവാനെന്ന കവിത പാടിയിരുന്നൊരു സമുദായത്തോട് മാറ്റത്തിന്റെ വിപ്ലവത്തിന്റെ പടഹത്വം മുഴക്കി പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പരിവർത്തിപ്പിച്ചത് പ്രമാണമാണെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ ഡ്രഗ് അഡിക്ഷൻ സെന്ററുകളിലൂടെ ഇനി കരിയന്നൂരിന്റെ മസ്ജിദ് തൗഹീദിലൂടെ നടക്കാനിരിക്കുന്ന ഖുതുബകളിലൂടെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ ദീനിന്റെ പ്രവർത്തനങ്ങളിലൂടെ ലഹരികളിലൂടെ അടിമപ്പെട്ടു പോയ ജനതകളോട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മക്കളോട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, പ്രണയമെന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങള് ഇന്ന് മാതാപിതാക്കൾ ഒരു മക്കൾക്ക് വേണ്ടി വിവാഹം അന്വേഷിക്കുന്നത്, അവരുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നത്, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്, അതൊക്കെ ഇന്ന് അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ഏതോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിച്ചിരിക്കുമ്പോ ആ മക്കളൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ എന്നെ വല്ലാത്ത ഇഷ്ടമാണ്, അവർക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണ്, അവനാണ് എന്നെ റിയലായി സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മക്കളെ, നിങ്ങൾ അറിയണം, നിങ്ങളുടെ മുഖം ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാതെ, നിങ്ങളുടെ സ്വരം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാതെ, നിങ്ങളുടെ രൂപഭാവങ്ങൾ അറിയാതെ, നിങ്ങളുടെ മുഖത്തിന്റെ അഴകെന്താണെന്നറിയാതെ നിങ്ങളെ സ്നേഹിച്ചു പോയ ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാപ്പയാണ്, അത് നിങ്ങളുടെ ഉമ്മയാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയണം. 10-18 വയസ്സ് വരെയും ആ മക്കളെ പോറ്റിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ അറിയാത്ത ഏത് സ്നേഹമാണ് ഇന്നലെ കണ്ടവനിലൂടെ നിങ്ങൾ കണ്ടുപോയത് എന്ന് തിരിച്ചറിയപ്പെടേണ്ടതില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മലപ്പുറം ജില്ലയുടെ കരിവാരക്കുണ്ടിന്റെ പരിസരങ്ങളിൽ കാളിക്കാവിന്റെ പ്രാന്തപ്രദേശങ്ങളില് 14 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ് തന്റെ കാമുകനാൽ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോ ആരാ അതിന്റെ പേരിൽ വേദനിച്ചത്? ആരാ അതിന്റെ പേരിൽ സങ്കടപ്പെട്ടത്? ആരാ അതിന്റെ പേരിൽ നൊമ്പരപ്പെട്ടത്? ആ മകളുടെ കെട്ടിപ്പൊതിഞ്ഞ ജനാസക്കരികല് നിസ്സഹായനായി തലതാറ്റി വിതുമ്പിയ ഒരു ബാപ്പി ഉണ്ടായിരുന്നുവെങ്കിൽ, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വേദന അനുഭവിച്ച് കഴിയുന്ന ഒരു ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ, അവർക്കൊന്നും നമ്മൾ ഒരു പരിഗണനയും നമ്മൾ കൊടുക്കുന്നില്ല എന്നാണോ? ആണോ? പ്രിയമുള്ളവരെ, അറിയുമോ നിങ്ങൾക്ക് ബന്ധങ്ങളുടെ വില എന്താണെന്നറിയാത്ത കാലഘട്ടങ്ങളിലൂടെ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ചോദ്യം ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണ് നബിയേ? അവിടെന്ന് പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിനോട്. സുമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ് നബിയേ? അപ്പോഴും പറഞ്ഞു നിന്റെ മാതാവിനോട്. മൂന്നാമതും ഒരു ചോദ്യം വന്നു, ഉമ്മ. നാലാമത് പറഞ്ഞു ബാപ്പ. കാരണം എന്താണെന്നറിയോ? ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർച്ചയിലും അവരാണേ. ഈ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണേ. പ്രയാസത്തിന് മേലെ പ്രയാസം ചുമന്ന് ഗർഭം ചുമന്നതും മരണസമാനമായ വേദന കൊണ്ട് പ്രസവിച്ചതും 2 വർഷക്കാലം നിന്നെ പാലൂട്ടിയതും ഉമ്മയാ. ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് പാല് നുകരുന്ന കാലഘട്ടം, പാല് കിട്ടാതെ മുളച്ചു വന്ന് കിന്നരി പല്ലുകൊണ്ട് മാതാവിന്റെ മാറിടത്തിലൂടെ കടിക്കുമ്പോ ഉമ്മാക്ക് വേദനിക്കുന്നടാന്ന് പറഞ്ഞ് തലോടിയ ആ ഉമ്മാന്റെ സ്നേഹമാണോ ഇന്ന് മക്കളെ നിങ്ങൾ വേണ്ട എന്ന് കരുതുന്നത്? ആണോ? പ്രിയമുള്ളവരെ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഉമ്മമാരുടെ അവസ്ഥ എന്താണെന്നറിയോ? അവരൊരു പക്ഷേ ഒരു ഭർത്താവില്ലാതെ, ഒരു മൂത്ത മകനില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഉമ്മയായിരിക്കാം. ആ ഉമ്മയാണ് പോലീസ് സ്റ്റേഷനിലൂടെ കടന്നു വരുന്നത്. കാരണം മകൾ ഇന്ന് അഹങ്കാരം പറയാൻ, എനിക്ക് 18 വയസ്സായി,
ഞാൻ ഇഷ്ടമുള്ളവന്റെ കൂടെ പോകുമെന്ന് അവന്റെ മാതാപിതാക്കളെ ലംഘിച്ച് കടന്നു വന്നൊരുത്തന്റെ കൂടെ മക്കൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോ നിയമപാലകര് പോലീസ് ഉദ്യോഗസ്ഥര് ചോദിക്കാൻ, നീ ആരുടെ കൂടെയാ ഇറങ്ങിപ്പോണേ? ആ പെൺകുട്ടി പറയും, എനിക്കെന്റെ ബാപ്പാനെ വേണ്ട, എനിക്കെന്റെ ഉമ്മാനെ വേണ്ട. പ്രിയമുള്ളവരെ, ആ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു നടക്കുന്ന ഒരു ഉമ്മയില്ലേ, കണ്ടില്ലേ നിങ്ങൾ യൂട്യൂബുകളിലൂടെ? പോകല്ല മോളെ റാഹി, പോകല്ല മോളെ റാഹി എന്ന കാതുകൾക്ക് മറച്ചു വെക്കാൻ കഴിയുമോ? പോലീസ് സ്റ്റേഷന്റെ സിമന്റ് ഇട്ട തറയിൽ കിടന്ന് ഒരു ഉമ്മ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ അവരുടെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ പ്രിയപ്പെട്ടവന്റെ തോളത്തേക്ക് ചാരിക്കിടന്ന് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു നടക്കുമ്പോ നിനക്ക് ഞാനില്ലേ എന്ന് പറയുന്ന പിതാവ് മക്കളെ വേണ്ട എന്ന് വെച്ചത് അവരെയാണ്. അർത്ഥമുറിച്ച ബന്ധങ്ങൾ അവരുടേതാണ്. നിങ്ങൾക്കറിയോ, ഒരു പ്രസവത്തിൽ പോലും ശരീരത്തിന്റെ 22 അസ്ഥികൾ പൊട്ടുന്ന വേദന ഒരു സമയം അവർ നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുണ്ട്. ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ, ആരോടും പരിഗണനയില്ലാതെ ഇവിടെ കൂടിയ രക്ഷിതാക്കളോട് കൂടെയാ പറയണേ. അള്ളാഹുവിന്റെ പള്ളി കടന്നു വരുമ്പോ അതിലേക്ക് മക്കളെ തിരിച്ചുവിടാൻ കഴിയാതെ, സമൂഹത്തിന്റെ എല്ലാ അധാർമികതകളിലേക്കും മക്കളെ തിരിച്ചുവിടുമ്പോ അവരുടെ ഫ്രീഡമല്ലേ, അവരുടെ ഇഷ്ടമല്ലേ എന്ന് പറയുന്നവർ അവസാനം കൈകളിൽ ഒരു ചരട് കിട്ടാതെ വരുമ്പോ, നിങ്ങൾക്കറിയോ ഇന്ന് ലിബറൽ വാദത്തിന്റെ ആളുകളൊക്കെ പറഞ്ഞത് ലോകത്തിന് വേണ്ടത് വൃദ്ധസദനങ്ങൾ അനിവാര്യമാണ്, മക്കളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമെന്ന് കണ്ടാൽ വൃദ്ധസദനങ്ങൾ അനിവാര്യമാണ് എന്ന് വാശി പിടിക്കുന്ന ഒരു തലമുറക്ക് മുമ്പിലാണ്, അവർക്ക് മുമ്പിലാണോ മക്കളെ നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്? അവർക്ക് മുമ്പിലാണോ? അള്ളാഹുവിന്റെ ദീന് പറയാണ്, ഈ ദീനാണ് പരിഹാരം, ദീനാണ് പരിഹാരമുള്ളത്. അള്ളാഹുവിന്റെ ദീൻ അവരെ തിരിച്ചു വിളിച്ചൊരു മാർഗമുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആന് പറയാണ്, പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്നുകൊണ്ടാ നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഗർഭം ചുമന്നതെന്നല്ലോ. നല്ല പ്രയാസം വിട്ടിട്ടുണ്ട്. വയറിന്റെ മേലെ കല്ല് വെച്ച് കെട്ടി ഈ കരുവന്നൂരിന്റെ അങ്ങാടിയിലൂടെ ഒരു 10 മാസം നടക്കാൻ കഴിയോ നമുക്ക്? സാധ്യമാവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ, ആ ഉമ്മ നടക്കുമ്പോഴും വലക്കുമ്പോഴും ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും ആ ഉമ്മ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടില്ലേ? ത്യാഗം അനുഭവിച്ചിട്ടില്ലേ? ഒരു ഉമ്മക്ക് ഉറങ്ങാനുള്ളൊരു ശീലമുണ്ടായിരിക്കും. പക്ഷെ അവിടെ നിന്ന് മാറി താൻ ഗർഭവതിയാകുമ്പോ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കിടക്കുന്ന ഉമ്മ, അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരികയാണ്. അതുകൊണ്ട് അവസാനിച്ചില്ല. അള്ളാന്റെ ഖുർആൻ പറയാണ്, വളരെ വേദന അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ജന്മം തന്നത് എന്നാണ്, നിങ്ങളെ പ്രസവിച്ചത് എന്നാ. ശരീരത്തിന്റെ 22 അസ്ഥികൾ പൊട്ടുന്ന വേദന എന്ന് വെറുതെ പറഞ്ഞതല്ല. പുതിയ തലമുറ പറയുന്ന വാക്കില്ലേ, അത് സിസേറിയനല്ലയോ? അള്ളാന്റെ ഖുർആന് പറയാണ്, ഫീഹി ളുലുമാതിൻ സലാസ്, 3 ഇരുട്ടറകൾക്കുള്ളിലാണ്, 3 ഇരുട്ടറകൾക്കുള്ളിലാണ് അള്ളാഹു നിങ്ങളെ കൊണ്ടുവന്നത് എങ്കിൽ ആ 3 ഇരുട്ടറയും കീറിയില്ലയോ? ആ 3 ഇരുട്ടറയും ഇങ്ങനെ തുന്നൽ വെക്കുമ്പോ, പ്രിയമുള്ളവരെ, ആദ്യമായി കുഞ്ഞിന് പാല് കൊടുക്കാൻ ഉമ്മ ചരിഞ്ഞു കിടക്കുമ്പോ അനുഭവിക്കുന്ന വേദന പോലും നിസ്സാരമില്ല. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മകൻ തന്റെ ഉമ്മാനെ തോളത്തിലേറ്റിയിട്ട് അള്ളാന്റെ കഅബാലയത്തിന് ഇങ്ങനെ 7 വട്ടം തവാഫ് ചെയ്ത് ആ ഉമ്മാനെ ഇറക്കി വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഉമ്മാ, നിങ്ങൾ എന്നെ ഗർഭം ചുമന്നതിന്, നിങ്ങൾ എനിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചതിന് ഈ തവാഫ് പകരമായില്ലയോ എന്ന് ചോദിക്കുമ്പോ, ഇത് കേട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വലാ തുൽകതം വാഹിദാ, ഒരൊറ്റ വേദനയ്ക്ക് പോലും പകരമായിട്ടില്ല. ഉമ്മ ഗർഭം ചുമന്ന കാലഘട്ടത്തിൽ അനുഭവിച്ചു പോയ വേദനകളുടെ ഒരു നിമിഷത്തിന് പോലും പകരമില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അത്ര വേദനകളുണ്ട് അവരുടെ ഓരോ ത്യാഗങ്ങൾക്ക് പിന്നിലും. അതിനെയാണ് നമ്മൾ ഇന്ന് ചവിട്ടി മതിച്ചത്. എന്നിട്ട് നമ്മൾ അറിയണം,
ഈ പുതിയ തലമുറ നമ്മളൊക്കെ വിചാരിക്കും അവിടേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന്. ഈ ലിബറൽ വാദത്തിന് വേണ്ടി അവകാശവാദത്തിന്റെ സമ്മേളനം നടന്നത് നമ്മളുടെ മൂക്കിന്റെ താഴെ തൃശൂർ ജില്ലയില് ഇൻസെസ്റ്റിന് വേണ്ടി, മൃഗരതിക്ക് വേണ്ടി, ശബരതിക്ക് വേണ്ടി കോഴിക്കോടിന്റെ സ്വപ്ന നഗരിയിലൂടെ സംസാരങ്ങൾ നടക്കുമ്പോ നോക്ക്, മാതാപിതാക്കളുടെ അനുവാദമുണ്ടെങ്കിൽ ഉമ്മയുമായി ശാരീരിക ബന്ധം വരെ നടത്താമെന്ന് എത്ര മ്ലേച്ഛകരമായ അള്ളാഹു നൽകിയ പവിത്രമായ ബന്ധത്തിന്റെ താഴെ കടക്ക കത്തിവെക്കുന്ന രീതികളിൽ സമൂഹത്തിലൂടെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയമുള്ളവരെ, അവരുടെ വേദനകളെ അള്ളാന്റെ ഖുർആൻ പറയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കാൻ കിട്ടുന്ന സമയം എന്താണെന്നറിയോ? ഇന്ദകൽ കിബറ അഹദുമാ ഔ കിലാഹുമാ, അവർ രണ്ടുപേരും നിന്റെ അടുക്കൽ പ്രായാധിക്യം കൊണ്ട് കിടന്നു വന്നാൽ, അതല്ല രണ്ടിൽ ഒരാളാണ് കടന്നു വരുന്നതെങ്കിൽ അവരോട് നിങ്ങൾ ചെയ്യുന്ന വാക്ക് പോലും പറയല്ലേ. അവരെ നിങ്ങളെ വരട്ടാൻ പാടില്ല. മാന്യമായ സംസാരങ്ങളാണ് അവരോട് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരൊറ്റ പ്രാർത്ഥന പോരെ. ഏത് മുതിർന്ന മനുഷ്യരും അവരുടെ മാതാപിതാക്കളെ മനസ്സിലാക്കാൻ അവിടുന്ന് ഖുർആൻ പറയാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യേണ്ട വാക്കെന്താണെന്നറിയോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നോട് കരുണ കാണിച്ചതുപോലെ അവരോട് കരുണ കാണിക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ചെറുപ്പത്തിന്റെ കാരുണ്യം എന്താണെന്നറിയോ? മടക്കി പിടിച്ച കൈകളുമായി കരയമാറ്റം അറിയുന്ന രീതിയിലോട് ഭൂമി ലോകത്തേക്ക് പറന്നു വീണ മനുഷ്യനാണെങ്കിൽ അവന് വാരിയെടുത്ത് മാറിടത്തിലോട് ചേർത്തിക്കൊണ്ട് പാലൂട്ടി വളർത്തിയ ഉമ്മയില്ലയോ? തടിമിടുക്കോടുകൂടെ ഇരിക്കുന്ന ഏതൊരാളോടും പറയാനുള്ളത്, ഒരു 2 മണിക്കൂറും പാല് തരാതിരുന്ന ശരീരത്തിന്റെ ഷുഗർ ലെവൽ താഴേക്ക് പോയിട്ട് ഈ ലോകത്തോടെ വിട പറയുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലയോ? അവിടെ നിങ്ങളെ താരാട്ട് പാടി പാലോട്ടി വളർത്തിയ ഉമ്മാന്റെ സ്നേഹമില്ലയോ? ഇന്ന് ഉമ്മാനെ വേണ്ട എന്ന് പറയുന്നവരോട്, അവരെന്റെ ചെലവിന്റെ കീഴിലാണ് വളരുന്നത് എന്ന് പറയുന്നവരോട്, ഇഷ്ടമുള്ള പണി നോക്കിക്കോടെ എന്ന് പറയുന്ന ആളുകളോട് ഒരു കാലഘട്ടം നീ മറന്നു പോയില്ലേ? ഒരു 15 വയസ്സിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പദം പോലും ഉമ്മ. ഇന്ന് കാലുതട്ടി അറിയാതെ വീഴുമ്പോഴും നാവിൽ നിന്ന് വരുന്ന വാക്ക് ഉമ്മ. ഒരു സൽക്കാരത്തിനിടക്ക് ഒരു 5 മിനിറ്റ് ഉമ്മാനെ കാണാതിരുന്നാൽ ഉമ്മ എന്ന് നിലവിളിച്ചിരുന്ന കാലഘട്ടങ്ങളെ നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വയറിലൊന്ന് തടവി നോക്കി എൻ്റെ പ്രിയമുള്ളവര്, മാതാവിൽ നിന്ന് ഊർജം മൂറ്റിയെടുത്ത് അല്ലാഹു തന്ന അടയാളമില്ലയോ? പൊക്കിൽ കൊടിയുടെ ചിഹ്നമില്ലയോ? ഏത് അതിനൂതനമായ ശാസ്ത്രക്രിയകൾക്ക് പോലും തുടച്ചകരിയാൻ കഴിയാത്ത ആ ചിഹ്നമുണ്ടെങ്കിൽ ഓർക്കണേ. ഒരു വാക്കുകൂടെ ഹൃദയത്തിൽ തട്ടി നിങ്ങളോട് പറയാണ്, യുവതലമുറകളോട്, മക്കളോട്, പുതുതലമുറകളോട്, അവരുടെ എങ്ങാനും മനസ്സ് വേദനിച്ച് അള്ളാനോട് പറഞ്ഞ ആസിഡുകളുടെ രാജാവെന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിനെക്കാളും പവറുള്ള ഒന്ന് ലോകത്തുണ്ടെങ്കിൽ അത് മാതാവിന്റെ നോവുന്ന കണ്ണുനീർ, പിതാവിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങളാ. ബാപ്പ കാർക്കശക്കാരനാണ്, ദേശക്കാരനാണ്, ഗൗരവക്കാരനാണെന്ന് പറയുന്ന ആളുകളോട് ആ വാപ്പ കൊണ്ട് വെയിലല്ലേ, ആ വാപ്പാന്റെ വിയർപ്പല്ലേ മക്കള് അനുഭവിച്ചു പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിലോ? അറബ് രാജ്യത്തിന്റെ മണ്ണില് 14 മണിക്കൂർ 16 മണിക്കൂർ പെടാപാടുപെട്ട് അധ്വാനിക്കുന്ന സമ്പാദ്യങ്ങള് സുഖജീവിതത്തിന് വേണ്ടി എടുത്തിട്ടില്ല.
സ്വന്തം ആസ്വാദനങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടില്ല, അവർ ഇങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നതാണെങ്കിൽ പ്രിയമുള്ളവരെ, പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാത്രി കടന്നു വരുന്ന മക്കളോട് ഏത് ബാപ്പയാ കാരുണ്യത്തോടുകൂടെ പറയാറുള്ളത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥര് വരും ആവർത്തിച്ചുകൊണ്ട് പറയാണ്, മക്കളെ രാത്രി നിങ്ങൾ പുറത്തു വിടല്ലേ, ഒളിഞ്ഞിരിക്കുന്ന അദൃശ്യമായ വലകളുണ്ട്, അന്ധകാരത്തിന്റെ വലകളുണ്ട്, നിഗൂഢമായ ശക്തികൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അഴിച്ചുവിടല്ലേ എന്ന് പറയുമ്പോ പുറം ലോകമറിയുന്ന വാപ്പാക്ക് വേദനയുണ്ടാകൂലേ, ലോകമറിയുന്ന വാപ്പാക്ക് അതിന്റെ വേദനയുണ്ടാകൂലേ. പ്രിയമുള്ളവരെ, പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് കടന്നു വരുന്ന മക്കളോട് ഏത് ബാപ്പയാ കാരുണ്യത്തോടുകൂടെ പറയാനുള്ളത്? പക്ഷെ ഉമ്മാനോട് പറയും, ഉമ്മ വരാനൊരൽപ്പം വൈകുമെന്ന് നിങ്ങൾ അറിയിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ബാപ്പ കിടക്കുന്ന റൂമിൽ നിന്ന് 12:30 1 മണിക്ക് ബാപ്പ അറിയാതെ ഡോർ തുറന്ന് സ്വീകരിക്കുന്ന ഉമ്മയില്ലേ, അവന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുത്ത് ആ ഉമ്മ ഇങ്ങനെ പുതപ്പിട്ട് മൂടിക്കിടത്തു. നിശയുടെ നിശബ്ദതയിലൂടെ ആരും അറിയാതെ ബാപ്പ കിടക്കുന്ന റൂമിൽ ശബ്ദമില്ലാതെ ഡോർ ലോക്ക് ചെയ്ത് ബാപ്പാന്റെ ചാരത്ത് വന്ന് കിടക്കുമ്പോ നിശയുടെ നിശബ്ദതയില്ല. ബാപ്പാന്റെ ഒരു ചോദ്യമുണ്ട്, അവനെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കുന്ന ബാപ്പാനെ മക്കളെ നമ്മൾ അറിഞ്ഞിട്ടില്ല, ആ ബാപ്പാന്റെ നൊമ്പരങ്ങളെ നമ്മൾ അറിഞ്ഞിട്ടില്ല, ആ ഉമ്മാന്റെ കരുതലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു ഉമ്മ ഹൃദയം തട്ടി ഒരു വാക്കെഴുതി എന്തെന്നറിയോ? അവർ പറയാണ്, അന്ന് 1990-കളിലാണ്, അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു, ഞാൻ സുബഹിന്റെ മുമ്പ് ഒരാൺകുഞ്ഞിന് വേണ്ടി ജന്മം കൊടുത്തു. ആ കുഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവനെ നാട്ടുകാർ, ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉമ്മാന്റെ ഡയറി കുറിപ്പാണ്. ആ ഉമ്മ എഴുതിയത്, അന്ന് സുബഹിന്റെ മുമ്പ് ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അന്ന് പകൽ ആളുകൾ അവനെ കൊണ്ടുപോയി മറവ് ചെയ്തു. അന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ മകൻ ആ ഖബറിൽ ഒറ്റക്കാണല്ലോ എന്ന് കരുതി അവൻ്റെ കൂടെ ഒന്ന് കിടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്നാൽ അതൊരു ഉമ്മമാരുടെ മനസ്സാണ്. അവരൊരിക്കലും നമുക്കെതിരെ പറഞ്ഞിട്ടില്ല, പറയില്ല. പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കുമ്മാരെ കൊന്നുകളയാൻ തട്ടിയിട്ട മകനോട് താഴെ മീൻ പിടിക്കുന്നവർ ഉമ്മാനെ രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലൂടെ കൊണ്ടുവന്ന് ഉമ്മാടെ മുന്നിൽ വെച്ച് മകനെ അടിക്കുമ്പോ ഭാരതപ്പുഴയുടെ പാലമാ പറയണേ, ആ മകനെ അടിക്കുമ്പോ പോലീസുകാരോട് ഉമ്മ പറയാൻ, അവനെ തല്ലല്ലേ സാറേ, അവനെന്റെ മോനാണ്, അവനെന്റെ മോനാണ്, ഇങ്ങനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ആരെ കിട്ടാനാണ്? പ്രിയമുള്ളവരെ, അവരാരും നമുക്കെതിരെ പറയണില്ല. ഇന്നവർ നമ്മളുടെ കൂടെയുണ്ട്. അവരില്ലാത്ത സാഹചര്യങ്ങൾ വന്നാൽ ദേഷ്യപ്പെട്ട് പറയണില്ലേ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് വീടിന്റെ ഡോറൊക്കെ ശക്തമായി അടച്ച് അകത്തു പോയിരുന്ന ഭീഷണിപ്പെടുത്തുന്ന മക്കളെ പകല് മുഴുവൻ വീടിന്റെ ജോലികളായി, മൈഗ്രേന്റെ തലവേദനകളായി, വൈകുന്നേരം ഒന്ന് വിശ്രമിക്കുമ്പോഴും അവരെങ്ങാനും ആത്മഹത്യ ചെയ്യുമോ എന്ന പേടി കാരണം ഇടക്കിടക്ക് വന്ന് നോക്കുന്ന ഉമ്മയില്ലേ, ബാപ്പയില്ലേ എന്നാ തിരിച്ചറിയാനറിയോ? അകത്തെ ജീവന്റെ തുടിപ്പറിയുന്ന കാലഘട്ടങ്ങളിൽ അന്ന് നമ്മൾ അറിയും എൻ്റെ ഉമ്മാന്റെ വില എന്താണ്. നമ്മുടെ മക്കളെ വീടിന്റെ മുറ്റത്തെ പിച്ച വെച്ച് നടക്കുമ്പോ അന്നറിയും എൻ്റെ ബാപ്പാന്റെ നൊമ്പരം എന്താണ്. അന്നവരോട് മാപ്പ് ചോദിക്കാൻ, അന്നവരോട് ക്ഷമ പറയാൻ, ഖബർസ്ഥാനിന്റെ 6 അടി മണ്ണിൽ മറവ് ചെയ്യപ്പെട്ടവരോട് മാപ്പ് ചോദിക്കാൻ അവരെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ബാപ്പാനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉറക്കമില്ലാതെ ഹീർണീപ്പിക്കുന്ന രാത്രികൾ ഉണ്ടാകും. ഉമ്മ നട്ടതും ഉമ്മ നരച്ചതും ഉമ്മ ഓതി അടയാളം വെച്ചതും അവരൊന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു തആല നമുക്ക് പ്രണയിക്കാനുള്ള അവകാശം തന്നത് എപ്പോഴാണെന്നറിയോ? വിശുദ്ധ ഖുർആനില് അല്ലാഹു തആല പറയുന്നുണ്ട്, മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ
നിങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഇണകളെ തന്നത്. ലിതസ്കുനൂ ഇലൈഹാ, സമാധാനത്തോടുകൂടെ അവരുടെ കൂടെ വീട് കൂടി താമസിക്കാനാണെങ്കിൽ വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും വെച്ച് തന്നവനല്ലാഹ്. ആ മവദ്ദയുണ്ടാകേണ്ടത്, പ്രണയമുണ്ടാകേണ്ടത് വൈവാഹിക ജീവിതത്തിന് ശേഷമാ, വൈവാഹിക ജീവിതത്തിന് ശേഷമാ. ചൂടുള്ള ശരീരമുള്ള ഉമ്മാനോട് ഇന്ന് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയാതെ വിവാഹത്തിന് മുമ്പുള്ള പ്രണയങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളോട് ഉമ്മാനെ വേണ്ട, ബാപ്പാനെ വേണ്ട, കാമുകനെ മതി എന്ന് പറയുന്നവരോട് ചേർത്ത് പിടിച്ചോ. നിങ്ങളുടെ നന്മയില്ലാതെ ആഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ലയോ? കരള് പകുച്ചു കൊടുക്കാൻ തയ്യാറാ. അവരുടെ ജീവൻ പോയാലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ തയ്യാറാ. അങ്ങനെയുള്ളവരെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കാ. പ്രിയമുള്ളവരെ, ക്ഷമ ചോദിക്കാൻ അവസരങ്ങളും ചിന്തകളും കടന്നു വരുമ്പോ അതിരിവിടുന്ന സാഹചര്യങ്ങൾ സംഗമിക്കൂലേ? ഉമ്മാന്റെ ബാപ്പാന്റെ ജനാസക്കരികില് വന്നിട്ട് കഫംപടവ മാറ്റിയിട്ട് നെറ്റിയിലൂടെ ചുംബനം കൊടുക്കുമ്പോ ഇതുവരെ ഇല്ലാത്ത തണുപ്പിങ്ങനെ അനുഭവപ്പെടുമ്പോ, ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് തണുപ്പ് വരുമ്പോ എവിടെ നിന്നാണ് റബ്ബേ ചൂടുള്ള ശരീരങ്ങളിലൂടെ ചേർത്ത് പിടിക്കാ, കൂടെ ജീവിക്കുന്ന കാലഘട്ടങ്ങളിലൂടെ ചേർത്ത് പിടിക്കാൻ അവരാഗ്രഹിക്കുന്നില്ലേ? മക്കളെ, നാട് മുഴുവനും നിങ്ങളെ തള്ളിക്കളയുമ്പോ, നാട് മുഴുവനും നിങ്ങളെ തള്ളിപ്പറയുമ്പോ ചേർത്ത് പറയുന്നത് ആരാണ്? ഉമ്മ. ഇന്ന് നമ്മൾ അറിയണില്ല. വീട്ടിലേക്ക് നമ്മൾ തിരിച്ചുപോയി കോളിമ്പല്ലടിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഉമ്മാനെ കാണണില്ല. ഹാളിലേക്ക് കയറി വന്ന് ഉമ്മാനെ കാണണില്ല. വിളിച്ചു നോക്കി ഉമ്മ, അടുക്കളയിൽ വന്ന് നോക്കി ഉമ്മ, അവിടെ കാണണില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നു ഉമ്മ, അവിടെയും ഉമ്മാനെ കാണണില്ല. പക്ഷെ ഉമ്മാനെ കുറെ വിളികൾക്ക് കാണാതിരിക്കുമ്പോ സങ്കടപ്പെടുന്നുണ്ടെങ്കിലോ ആയുസിന്റെ കാലഘട്ടങ്ങളിലോ എവിടെയും ഇനി തിരിച്ചു കേൾക്കാത്ത രൂപത്തിലോട് ഉമ്മാ ബാപ്പാ എന്ന് വിളിക്കുമ്പോ വിളികൾക്ക് പ്രതിധ്വനികളില്ലാത്തൊരു നാളെ വരുന്നതിന് മുമ്പ് ഇന്നവിടെയുണ്ടെങ്കിലോ റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. ഡ്രഗ്സിന് വേണ്ടി പോകുന്ന മക്കളുണ്ടെങ്കിലോ, അങ്ങ് ലഹരി പദാർത്ഥങ്ങളിലൂടെ പോകുന്ന മക്കളുണ്ടെങ്കിലോ, അനാശാസ്യങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന മക്കളുണ്ടെങ്കിലോ, അധാർമികമായ പ്രവണതകളിലൂടെ സഞ്ചരിക്കുന്ന മക്കളുണ്ടെങ്കിലോ, പ്രിയമുള്ളവരെ, തിരിച്ചു കൊടുക്കാനുള്ളത് ദുനിയാവല്ല, നാളെ ഉമ്മ ബാപ്പ കബറിലുണ്ടാകുന്ന സന്ദർഭങ്ങളിലൂടെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാ. അവരുടെ മയ്യത്ത് മുന്നിൽ വെച്ച് അല്ലാഹുമ്മ അവിടുന്ന് വഅബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, ഇതിനേക്കാളും നല്ല കുടുംബത്തിന് കൊടുക്കണേ അല്ലാ, ഇതിനേക്കാളും നല്ല വീട് കൊടുക്കണേ അല്ലാ എന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന മക്കളായി മാറാൻ മാതാപിതാക്കളുടെ മീസാനിലൂടെ നന്മതിന്മകൾ തൂക്കി നോക്കുമ്പോ അവിടുന്ന് ചില മാതാപിതാക്കളുടെ മീസാനിലൂടെ നന്മ കൂടാനുള്ള കാരണം എന്താണെന്നറിയോ? ഇസ്തിഗ്ഫാർ വലദിക്കലക്കാ, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തതാണെന്ന് പറയുമാറ് ആകാശഭൂമികളുടെ സകലമാന വസ്തുക്കളാലും വിലമതിക്കാനാവാത്ത താജുൽ വഖാർ, ഔന്നത്യത്തിന്റെ കിരീടങ്ങൾ ലഭിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറ്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി അധ്വാനിക്കണേ. എന്റെ സംസാരത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോ പ്രിയമുള്ളവരെ, ഈ പള്ളി ഇവിടെ കടന്നു വരുമ്പോ ഹൃദയഭേദകമായി നിങ്ങളോട് പറയാണ്, ഇതൊരു സുപ്രഭാതത്തിലൂടെ കടന്നു വന്ന പള്ളിയല്ല. അതിന്റെ പിന്നിൽ ഒരുപാട് തേട്ടങ്ങളുണ്ട്, ഒരുപാട് അധ്വാനങ്ങളുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞ് ഈ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഓർക്കാതിരിക്കാനും പ്രാർത്ഥിക്കാതിരിക്കാനും നിർവാഹമില്ല. 10-17 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ
ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് നാസർ എന്നാണ്. തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഒരാളുമില്ലാത്ത ഈ നാട്ടില്, അങ്ങ് UAE ഷാർജയില് പലപ്പോഴും തൗഹീദിന്റെ ക്ലാസുകൾ കേട്ട് ഈ നാട്ടിൽ അതുപോലൊരു സംരംഭം വേണമെന്ന് ആഗ്രഹിച്ചവർ ഈ പുതിയ പള്ളി ഇവിടെ ഉയർന്നു വരുമ്പോ ഞങ്ങൾ പറയും, അതിന്റെ ടൈലിടാൻ അതിനു വേണ്ടി സമ്പാദ്യങ്ങൾ കൊണ്ടുവന്നതാരെന്നറിയോ? അദ്ദേഹത്തിന്റെ മാതാവ് വലിയൊരു ഭീമമായ സംഖ്യ ഏൽപ്പിച്ചത് ആ മകന്റെ സ്വപ്നത്തിന് നിറവേറ്റാനാണ്. പ്രിയമുള്ളവരെ, അങ്ങ് ലണ്ടനിന്റെ ഖബർസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു ഖബർസ്ഥാൻ ആദ്യമായി കിട്ടി. അതിൽ ആദ്യമായി മറവ് ചെയ്യപ്പെട്ട സഹോദരൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ സഹോദരനാണ്, അഷ്റഫ് സാഹിബാണ്. മരിക്കുന്നതിന്റെ തലേ രാത്രി, മരിക്കുന്നത് സുബഹിക്കാണെങ്കിൽ അതിന്റെ തലേ രാത്രി 22 മിനിറ്റോളം ഞങ്ങളോട് ഫോണിലൂടെ സംസാരിച്ചത് ഇവിടെ വരാനിരിക്കുന്ന പള്ളിയെ സംബന്ധിച്ചിട്ടാണ്. ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. ആദ്യം മരത്തുംകോടിന്റെ മണ്ണിലെ പള്ളി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോ പിന്നീട് പന്നിത്തടത്ത് ഇന്ന് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത 19 സെന്റ് ഭൂമിയുണ്ട്. ഞങ്ങളതിൽ ബാധ്യതയിലാണ്, കടത്തിലാണ്. പക്ഷെ അതിന്റെ പിന്നിലോടിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പ്രായം തളർത്താതെ വന്ന ഞങ്ങളുടെ അബൂബക്കർ സാഹിബ്. അദ്ദേഹത്തെ നാട്ടുകാരെ വിളിക്കുന്നത് മുജാഹിദ് അബൂബക്കർ എന്നാണ്. നടക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നു വരുമ്പോ ഒരു സൈഡിലേക്ക് ചാരിയിരുന്ന് അമാനി തഫ്സീർ ചാരിക്കിടന്ന് വായിക്കുന്ന ആ സഹോദരൻ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ എത്തിച്ചു കൊടുക്കണേ അല്ലാ, അതിന്റെ പ്രതിഫലങ്ങളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. കാരണം താണ്ടി വന്ന റൂട്ടുകളൊന്നും നിസ്സാരമല്ലായിരുന്നു. ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ യൂണിറ്റില് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കടന്നു വന്ന വാഹനം. അന്നതിന് നേതൃത്വം കൊടുത്തൊരു പണ്ഡിതനുണ്ടായിരുന്നു, TC മൗലവി ഹുസൈൻ സലഫിയുടെ ഉസ്താദാണ്, എന്റെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ സമസ്ത പള്ളിയിലെ ശിഷ്യന്മാരെന്ന് പറയുന്ന ഉസ്താദുമാർ അദ്ദേഹത്തിന് അടിക്കാൻ നോക്കിയപ്പോ, മൈക്ക് തട്ടിപ്പറിച്ചപ്പോ, പ്രിയമുള്ളവരെ, അന്നത്തെ സാഹചര്യങ്ങളിൽ അന്ന് അടിച്ചു തകർത്ത വണ്ടിയുടെ പാർട്സുകള് ഇന്നുമുണ്ട് ഞങ്ങളുടെ നാടിന്റെ ഭാഗങ്ങളിലൂടെ. ഈ കരിയന്നൂരിന്റെ മണ്ണിലും ഒരു 10 പതിറ്റാണ്ടിനിപ്പുറത്ത് ഒരു വാഹനത്തെ ക്രമീകരിച്ച് ഞാൻ എഴുന്നേറ്റ് നിന്ന് തൗഹീദ് പറയാമെന്നപ്പോ മൈക്ക് സെറ്റും കൊണ്ടുപോയി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു നാടിന്റെ മുമ്പില് അറേഞ്ച് ചെയ്ത മൈക്കയുടെ മുമ്പില് സൗണ്ട് ഇല്ലാതെ സംസാരിക്കേണ്ടി വന്ന സാഹചര്യങ്ങളില് ഞങ്ങളെ കല്ലെറിഞ്ഞവര്, ഞങ്ങളുടെ വേദികളെ ആക്രമിച്ചവര് ഇവിടെ എന്നല്ലോ, ഈ യൂണിറ്റിന്റെ ഓരോ പ്രാന്ത പ്രദേശങ്ങളിലും വീട്ടിൽ നിന്ന് വിലക്കിയവരെ പല വേദനകളും ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കരിയന്നൂരിന്റെ ഓരത്തിന്റെ വീട്ടില് അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ആദ്യമായി ഇവിടെ ബിസ്നത്തിന്റെ പേരിൽ ഒരു സംഘം രൂപീകരിക്കണമെന്ന്, ഒരു ശാഖ രൂപീകരിക്കണമെന്ന് കരുതിയപ്പോ അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയ ഒരുപാട് ആളുകളുണ്ട്. അവരിൽ പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയി. അവരാണ് ഓടിയത്. പ്രിയമുള്ളവരെ, വീടാന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കടന്നു ചെന്നപ്പോ ഡോറടച്ചു മാറ്റിയവരുണ്ട്, നാട്ടിൽ വിലക്കേർപ്പെടുത്തിയവരുണ്ട്. 21-24 വയസ്സുള്ള മകള് ക്യാൻസർ ബാധിച്ച് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുമ്പോ 1.5 വയസ്സുള്ള മകനെ കയ്യിൽ പിടിച്ച് തൗഹീദിലുണ്ടായിരുന്ന മകള് അവിടുത്തെ വാപ്പ ആ ജനാസയുമായി പിടിച്ചിരിക്കുമ്പോ നിങ്ങൾക്കറിയോ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ, സലഫികളാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളുടെ തിട്ടൂരം ഈ വീട്ടിൽ ഞങ്ങളെ നടപ്പാക്കുമെന്ന് പറഞ്ഞ് ഹൃദയം നുറുക്കിയ ഒരു വാപ്പ അന്ന് ജനങ്ങളോട് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ആദർശം ഇതാണ്, മരിച്ചു കിടക്കുന്ന എന്റെ മകളുടെ ആദർശം ഇതാണ്, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് അവരോട് വാക്ക് പറഞ്ഞ് അകത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതിധ്വനികളാണ് ഈ മസ്ജിദ് തൗഹീദ്. വിലക്കേർപ്പെടുത്തിയവരോട്, കേസ് കൊടുത്തവരോട്, കല്ലെറിഞ്ഞവരോട്, റോട്ടിൽ തടഞ്ഞവരോട്, വാഹനത്തിന്റെ കാറ്റുകൾ അടിച്ചുവിട്ടവരോട്, ബഹിഷ്കരിച്ചവരോട്, ജീവിതത്തെ മുന്നോട്ട് നീങ്ങാൻ എന്തെങ്കിലും ഒരു കച്ചവടത്തിന്റെ ഉപജീവനം കിട്ടുമെന്ന് കണ്ടപ്പോ അവരിൽ നിന്ന് നിങ്ങളൊന്നും വാങ്ങരുതേ എന്ന് ഞങ്ങളെ ഊരുവലക്കിയവരോട്, പ്രിയമുള്ളവരെ, വളർന്നു വന്ന മകളുടെ കാതില് ഒരു ഈർക്കിളി കുത്തിവെച്ചിട്ട് അതിന് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയാത്തത് ഈ നാട്ടുകാര് എന്റെ കച്ചവടത്തെ ബ്ലോക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞവരുണ്ട് ഇവിടെ, അനുഭവിച്ചവരുണ്ട് ഇവിടെ. ഇന്ന് അൽഹംദുലില്ലാഹ്
പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് മസ്ജിദ് തൗഹീദ്. ഇവിടെ ഹിക്മ നിങ്ങളോട് സംസാരിച്ചു. അബൂബക്കർ സാഹിബുണ്ട് ഇവിടെ. ഞങ്ങളുടെ തൗഹീദ് പറയാൻ, ഇൽമ പറയാൻ കടന്നു ചെന്നപ്പോ നാഷണൽ പെർമിറ്റ് വാഹനം വാടകയ്ക്ക് കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് ചെണ്ട കൊട്ടി ഞങ്ങളെ അവഹേളിച്ചവരോട്, വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ച മനുഷ്യനോട്, നിന്നെ അടിച്ചിടുമെന്ന് പറഞ്ഞവരോട്, പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് അന്ന് മക്കം ഫതഹിന് പ്രവാചകൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാപ്പ് എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അല്ലാഹു തആല തന്ന സഹായമാണ്. അമാനത്തോടെ കരുതലോടെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ മസ്ജിദ് ഇവിടെ നടക്കും. പ്രിയമുള്ളവരെ, ചേർത്ത് പിടിക്കണേ എന്നുള്ളതാണ്. നന്ദി പറഞ്ഞാൽ ഈ ശബ്ദം ശ്രവിക്കുന്നവരോട് അവസാനിക്കില്ല, നന്ദി പറഞ്ഞാൽ തീരില്ല. ഒരുപാട് ആളുകളാണ് എവിടെ നിന്നും മാട്ടുവിട്ടപ്പോ ഒരു സഹോദരൻ ഞാൻ ഭൂമി തരാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു മദ്രസ കേസ് കൊടുത്ത് പൂട്ടിച്ചു വിട്ടപ്പോ ഒരു വീടിന്റെ പിന്നില് ഞങ്ങളുടെ 1072 മക്കള് പോയിരുന്ന് ഖുർആൻ പഠിച്ചപ്പോ ആ സഹോദരന്റെ ഒരു മനസ്സ് വീണ്ടും ഞങ്ങളുടെ ആ മദ്രസ നിങ്ങൾ പൂട്ടിച്ചപ്പോ വീണ്ടും അൽഹംദുലില്ലാ ഒരു പള്ളിയായി സ്ഥലമായി ഞങ്ങൾ കടന്നു വന്നപ്പോ അതിന്റെ നിർമ്മാണത്തില് 2 സഹോദരന്മാര് അകമഴിഞ്ഞിട്ടാണ് ഞങ്ങളെ സഹായിച്ചവർ. അതിന്റെ അവസാന നിമിഷങ്ങളിലൂടെ പ്രവാസ ജീവിതത്തിന്റെ അധ്വാനങ്ങളിൽ നിന്ന് സോളാർ സംവിധാനങ്ങളെ തന്നവരുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഖുർആൻ എന്ന് പറഞ്ഞവരുണ്ട്. അവസാന നിമിഷത്തില് കഴിയാവുന്നത് ഇവിടെ വില്ലേജ് ഓഫീസറായി കടന്നു വന്ന് ഇന്ന് വയനാടിന്റെ തഹസിൽദാറായി വർക്ക് ചെയ്യുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്തിന്റെ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ 3 മക്കളാണ് ഇവിടെ നിന്നൊന്നിന് പിറകുന്ന ഇവിടെ പറഞ്ഞത്. ആ വേദനകളിലും പ്രാർത്ഥനയോടെ കൂടി അവരുടെ ചെറിയ വിഹിതം തന്നവര്, അങ്ങനെ ഒരുപാട് ആളുകള് അല്ലാഹുവേ വിട്ടുപോയവർ ഒരുപാടാണെന്ന് ഞങ്ങൾക്കറിയാം, ഒരുപാടാണെന്നറിയാം. സമാധാനത്തിന്റെ കരങ്ങളെ നീട്ടി തരണേ അല്ലാഹ്. പരലോകമാണ് റബ്ബി ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്നു പോയ മുഴുവൻ നഷ്ടങ്ങളെ പരലോകത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ ദുനിയാവിൽ നിനക്ക് വേണ്ടി ഒരു ഭവനം വെച്ചതുപോലെ സ്വർഗത്തിൽ ഒരു ഭവനം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. വൈകിയ വേളയിൽ എന്റെ സംസാരത്തിന് ഞാനിവിടെ സമാപനം കുറിക്കുകയാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.